ഹായ് ഹലോ എല്ലാവർക്കും സബാസ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ലഞ്ചിനും അതുപോലെ തന്നെ ഡിന്നറിനും ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റിയ, അതുപോലെ ഗസ്റ്റെല്ലാം വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി അഫ്ഗാനി ചിക്കനും നല്ലൊരു ഗീ റൈസിൻ്റെ റെസിപ്പിയുമാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് നല്ല രുചിയുള്ള അഫ്ഗാനി ചിക്കനും നെയ്ച്ചോറും ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ്. ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിന്. വലുപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആക്കുക. ഇനി ഇതിലേക്ക് 1 ലെമൺ മുഴുവനായിട്ട് അങ്ങ് പിഴിഞ്ഞു കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണോളം കുരുമുളകിൻ്റെ പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മൾ ഈ ഒരു അഫ്ഗാനി ചിക്കനിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ 1 കപ്പ് നല്ല കട്ട തൈര്, അധികം പുളിയില്ലാതെ നല്ല കട്ട തൈര് എടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണോളം കസ്തൂരി മേത്തി ഇതാ കയ്യിൽ വെച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചിട്ട് മാറ്റി വെക്കാം. ഇനി ഞാനിതാ ഇതുപോലെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ സവാള കട്ട് ചെയ്തതും 5 പച്ചമുളകും ചെറിയ 3 കഷ്ണം ഇഞ്ചിയും 6 അല്ലി വെളുത്തുള്ളിയും, ഞാനെടുത്തത് വലിയ വെളുത്തുള്ളിയാണ്, ചെറുതാണെങ്കിൽ ഒരു 9 എണ്ണെല്ലാം എടുക്കുക. അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം അതിലേക്ക് ഇട്ടതിന് ശേഷം വീണ്ടും ഒരു 5 പച്ചമുളകും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ 10 പച്ചമുളകാണ് ചേർത്തിന്. ഇതിൽ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ കുരുമുളകിൻ്റെ എരിവാണ് ഉണ്ടാവുക. പിന്നെ 1 കപ്പോളം അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 കൈപ്പിടി ഫുള്ളായിട്ട് മല്ലിയിലയും അതിൻ്റെ നേരെ പകുതി പുതിനയിലയും ചേർത്ത് കൊടുക്കുക. മല്ലിയിലയും പുതിനയിലയും ചേർത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഇതാ കുക്കിംഗ് ക്രീമാണ്. കുക്കിംഗ് ക്രീം ഉണ്ടെങ്കിൽ അത് 1 കപ്പ് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഉണ്ടാവുമല്ലോ അത് ചേർത്ത് കൊടുക്കുക. ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ചേർത്ത്. അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ അരച്ചെടുത്ത മിക്സ് ഉണ്ടല്ലോ അത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ആ ഒരു നമ്മൾ ഒഴിച്ച അരപ്പ് നല്ലതുപോലെ ചിക്കനിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. വെക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ വെക്കുക. പിന്നെ 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. സമയം ഉണ്ടെങ്കിൽ 2-3 മണിക്കൂറോളം വെക്കുക. അത്രയും നല്ലതാണ്. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഗീയും 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയോ ഓയിലോ എന്താണോ ഇഷ്ടം അത് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വറുത്തിടാനുള്ള ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരിയെല്ലാം ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സവാള ഒന്ന് കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് പകുതിയോളം ഇതിലിട്ടിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുക. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് സവാള കരിഞ്ഞു പോകും. അതുകൊണ്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് ഈ ഒരു കളറായി തുടങ്ങുമ്പോൾ ചെറുതായിട്ടൊരു കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കളറാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള ആദ്യം വറുത്ത് കോരിയതിന് ശേഷം അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് വറുത്തെടുക്കുന്നുണ്ട്, അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. അണ്ടിപ്പരിപ്പെല്ലാം അത്യാവശ്യം കളർ മാറി തുടങ്ങുമ്പോഴത്തേക്ക് സവാളയും കറക്റ്റായി വരും. അപ്പോൾ ഇതാ അണ്ടിപ്പരിപ്പും സവാളയും അത്യാവശ്യം ഒന്ന് കളറെല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുന്തിരി കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുന്തിരി പെട്ടെന്ന് റെഡിയായി കിട്ടും. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം. അങ്ങനെ വറുത്തിടാനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ചോറ് കഴിക്കുന്ന സമയത്ത്. ഞാൻ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാവുമ്പോൾ കോരി മാറ്റുക. അങ്ങനെ മുഴുവനും കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ സെയിം എണ്ണയിൽ തന്നെ ചോറ് വെക്കാം. അപ്പോൾ ഇനി വീണ്ടും എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ 2 ഗ്രാമ്പൂ, 2 ഏലക്കായി, 1 കഷ്ണം പട്ട ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക.
എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സവാള ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. അതൊന്ന് മിക്സാക്കി കൊടുക്കുക. കറിവേപ്പില അത്യാവശ്യം മൂത്ത് വരുമ്പോൾ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ചോറിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് എല്ലാം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് 1 കപ്പ് അരിക്ക് 2 കപ്പ് എന്ന അളവിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കപ്പിന് 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തിന്. അപ്പോൾ 4 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഒന്നിക്ക് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ വറുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെയും ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ചെറിയ കഷ്ണം ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. നല്ലതുപോലെ തിളക്കുന്നത് വരെ അടച്ചു വെക്കുക. അപ്പോൾ ഇതാ നല്ലോണം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന കപ്പ് കണ്ടിട്ടുണ്ടല്ലോ, ആ ഒരു കപ്പിന് 2 കപ്പ് ജീരകശാല റൈസാണ് എടുത്തിന്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ അരിപ്പയിൽ ഇട്ടിട്ട് കളഞ്ഞിട്ടുണ്ടേനു. അത് ഇതിലേക്ക് ഇട്ടിട്ട് ഹാഫ് ലെമണും കൂടെ പിഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇത് ഇവിടുന്ന് നന്നായിട്ട് തിളച്ച് അതിലെ വെള്ളമൊക്കെ വറ്റട്ടെ. വെള്ളം വറ്റിയതിന് ശേഷം മാത്രമാണ് നമ്മളിത് അടച്ചു വെക്കുന്നത്. ആ ഒരു സമയം കൊണ്ട് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടറിൽ തന്നെ പൊരിക്കുക കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതാ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുടഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുക. ആ ഒരു ഗ്രേവി അതിൽ ഉണ്ടായിക്കോട്ടെ, അത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഗ്രേവിയിൽ നിന്ന് ഓരോ ചിക്കനും ഇതുപോലെ ഒന്ന് കുടഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ 2 പ്രാവശ്യം ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ ഉണ്ട് എൻ്റെത്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് അവിടുന്ന് ഫ്രൈ ആവട്ടെ. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പോഴത്തേക്ക് ഇതാ ചോറിലെ വെള്ളമൊക്കെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ വറ്റിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മുകൾ ഭാഗമൊക്കെ ലെവലാക്കിയിട്ട് ചെറിയ തീയിൽ ഒരു 6-7 മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കാം. ചെറിയ തീയിൽ തന്നെ വെക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് ചോറ് നന്നായിട്ട് കറക്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് മുകൾ ഭാഗമെല്ലാം ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ ഒരുപാടങ്ങ് ഫ്രൈ ഒന്നും ആവണ്ട, ഒരു ഹാഫ് ഫ്രൈ ആയാൽ മതി. ഈ ഒരു രീതിയിലാവുന്ന സമയത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ചിക്കനെല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. ഇനി ആ ഒരു മറിച്ചിട്ട ഭാഗവും കൂടി റെഡി ആവട്ടെ. അപ്പോൾ ഇതാ മറിച്ചിട്ട ഭാഗവും കൂടി ഒന്ന് റെഡി ആയിട്ടുണ്ട്, ഹാഫ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ചിക്കനെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാം. ഞാനതിൻ്റെ ആ ഒരു അടിഭാഗത്ത് ഒട്ടിപ്പിടിച്ച ഗ്രേവി അടക്കം പറ്റിപ്പിടിച്ചതെല്ലാം കൂടെ ഒന്ന് ഇങ്ങേക്ക് മാറ്റുന്നുണ്ട്. അടുത്ത ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ കരിയും അല്ലെങ്കിൽ, അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ആ ഗ്രേവി ഒട്ടിപ്പിടിച്ചതെല്ലാം വടിച്ചെടുത്തിട്ട് വീണ്ടും ബട്ടർ ഇട്ടതിന് ശേഷം ബാക്കിയുള്ള ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ചോറ് ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ട് ഒരു 7 മിനിറ്റോളം ആയിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് തുറന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നോക്കാം നമുക്ക് അരി നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന്. കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഒട്ടും വേവ് കൂടിയിട്ടുമില്ല, വേവ് കുറഞ്ഞിട്ടുമില്ല, കറക്റ്റാണ്. ഞാൻ ഈ ഒരു അളവിലാണ് വെക്കൽ. പിന്നെ ഞാൻ എടുക്കുന്ന ജീരകശാല റൈസ് ബർദമാൻ റോസിൻ്റെ ജീരകശാല റൈസാണ്. നല്ല അരിയാണിത്, നല്ല ടേസ്റ്റാണ് ഈ ഒരു അരി കൊണ്ട് നെയ്ച്ചോറ് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും കറിവേപ്പിലയും ഉള്ളിയും എല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പോമഗ്രാനൈറ്റും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇടയ്ക്ക് ആ ഒരു മധുരം കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഗസ്റ്റെല്ലാം വരുന്നുണ്ടെങ്കിലെല്ലാം ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുക, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡിയായി. ഇനി ചിക്കൻ കറി കൂടെ റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാം.
വീണ്ടും ഞാൻ കുറച്ചും കൂടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് മാറ്റി വെക്കുക. അടുപ്പ് ഓഫാക്കിയതിന് ശേഷം അടച്ച് മാറ്റി വെക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാ ബാക്കി ഇട്ട് കൊടുത്ത നമ്മുടെ ചിക്കനും കൂടെ അത്യാവശ്യം ഹാഫ് ഫ്രൈ എല്ലാം ആയിട്ടുണ്ടേനു. ഇനി അതിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തെടുത്ത ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ ഒരു അഫ്ഗാനി ചിക്കൻ റെഡിയാക്കുന്നത് ആ ഒരു പാത്രം തന്നെ എടുക്കുക പൊരിക്കാനും. അത്യാവശ്യം വലിയൊരു പാത്രം എടുത്താൽ മതി. എന്നാൽ പൊരിച്ചിട്ട് അതിൽ തന്നെ നമുക്ക് ഇത് റെഡിയാക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാ എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ഒരു പാത്രം ഉണ്ടല്ലോ, അതിൽ ഇത്രയും ഗ്രേവി ബാക്കിയുണ്ട്. നമ്മൾ അരച്ചിട്ട് ഒഴിച്ച ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ അതുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ചിക്കൻ ആ ഫ്രൈ ആയിട്ടാകുമ്പോൾ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ആ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. അപ്പോൾ ഇതാ ഒന്ന് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി തുറന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ഒരു 5 മിനിറ്റ് എല്ലാം ആകുമ്പോൾ തുറന്നിട്ട് മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് ഉപ്പെല്ലാം നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം വീണ്ടും അടച്ച് വെക്കുക. ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നെയ്ച്ചോറിന് മാത്രമല്ല, കുബൂസിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെ നാൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണിത്. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് വീണ്ടും അടച്ച് വെക്കുക. അപ്പോൾ ഇതാ അടച്ച് വെച്ചിട്ടുണ്ട്. അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ചിക്കനെല്ലാം നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. ഹാഫ് വേവ് നമ്മൾ പൊരിച്ചെടുത്തു, ഹാഫ് ഈ ഒരു ഗ്രേവിയിലിട്ട് തിളപ്പിച്ച് വേവിച്ചു. അങ്ങനെ നന്നായിട്ട് തന്നെ ഒരു 10-12 മിനിറ്റോളം ഗ്രേവിയിൽ ഇത് തിളച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഗ്രേവിയെല്ലാം അത്യാവശ്യം തിക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അഫ്ഗാനി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫാക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കുക്കിംഗ് ക്രീം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊന്നും ചൂടാറുമ്പോൾ ഇതൊന്നും കൂടെ കുറുക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ കുക്കിംഗ് ക്രീം ഒഴിച്ചതിന് ശേഷം നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ ഇതാ ഞാൻ 2 സെർവിങ് പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഒന്നിൽ ചോറ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്ച്ചോറും അഫ്ഗാനി ചിക്കനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നെയ്ച്ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ അഫ്ഗാനി ചിക്കൻ കറി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. എത്ര കഴിച്ചാലും മതിയാവില്ല എന്നെല്ലാം പറയലില്ല. അതുപോലെയാണ് ഈ ഒരു അഫ്ഗാനി ചിക്കൻ്റെ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.